ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഒരു കഫ്താൻ ടോപ്പ് ഞാനിവിടെ ഒരു ഷോർട്ട് ടോപ്പാക്കി മാറ്റുകയാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിൻ്റെ ഈ ഒരു രണ്ട് വശത്ത് മാത്രമേ കഫ്താൻ ടോപ്പിൽ സ്റ്റിച്ചിങ് വരുന്നുള്ളൂ. അപ്പോൾ ആ സ്റ്റിച്ചിങ് ഒന്ന് പൊളിച്ച് നമുക്ക് തുണി മാത്രമായിട്ട് എടുക്കാം. ആദ്യം തന്നെ ഞാനതിൻ്റെ ഈ ഉൾവശം എടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ സ്റ്റിച്ചിങ് രണ്ടും മാറ്റി കൊടുക്കാം. ഇതുപോലെ നീറ്റായിട്ട് എടുക്കാൻ പറ്റും. അതിന് ശേഷം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് തുണി മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ നെക്കൊക്കെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത്തിലും വിഡ്ത്തിലും നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാനിവിടെ വേർതിരിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് മെഷർമെൻറ്റ്സിനനുസരിച്ചിട്ട് കട്ടിങ് ചെയ്യാം. അപ്പോൾ തന്നെ ആദ്യം നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്കിന് 5.5 മാർക്ക് ചെയ്ത് കൊടുത്തു. 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നതിനായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഡിസൈനിനനുസരിച്ചിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലൊന്ന് വരച്ചു കൊടുത്ത് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കിംഗ് ചോക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ ആദ്യം പെൻസിലേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് പെൻസിലിട്ട് മാർക്ക് ചെയ്യുന്നത്. മാർക്കിംഗ് ചോക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി കാണാനായിട്ട് പറ്റും. അതിനുശേഷം നെക്ക് ഞാനിതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം ആം ഹോൾ മാർക്ക് ചെയ്യുകയാണ്. കഫ്താൻ ടോപ്പിൽ ആം ഹോൾ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആം ഹോൾ കട്ട് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഷോർട്ട് ടോപ്പിന് എത്രയാണോ നമുക്ക് ലെങ്ത് ആവശ്യമുള്ളത് അതൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 24 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എനിക്കിവിടെ അത്രേ ആവശ്യമുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഒരു ബാക്കി തുണിയിൽ നിന്നാണ് നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 24 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു ഫ്രണ്ട് പാർട്ട്. ടോപ്പിന് നമുക്ക് എത്രയാണോ വിഡ്ത്ത് ആവശ്യമുള്ളത് അത് നമുക്ക് മാർക്ക് ചെയ്ത് ഷേപ്പിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ബാക്ക് പാർട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബാക്ക് പാർട്ട് എടുത്തിട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ നെക്കും ഷോൾഡറും ആം ഹോളും എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഇഞ്ചാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം നെക്കിന് മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ.
ദെൻ നമുക്ക് ബാക്കി ആ ഒരു ലെങ്ത്തിൻ്റെ ബാക്കി ഫാബ്രിക് വെച്ചിട്ട് ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്യാണ്. സ്ലീവ് ഞാനിവിടെ 24 ഇഞ്ച് വിഡ്ത്തും 13 ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ടുണ്ട്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമുക്കതിൽ മാറ്റം വരുത്താം. ഞാനൊരു പഫ് സ്ലീവ് മോഡൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 3.5 ഇഞ്ച് താഴ്ത്തിയിട്ട് നമുക്കിതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് ആ ഒരു സ്ലീവിൻ്റെ എൻഡിൽ വയ്ക്കാനുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഈ ഒരു പൈപ്പിങ് വെച്ചിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ബാക്ക് പാർട്ടും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് ഷോൾഡർ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്കിനി സ്ലീവ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു പഫ് സ്ലീവ് മോഡലാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു താഴ്ഭാഗത്ത് നമുക്ക് ഞൊറിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓരോ പ്ലേറ്റായിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു പ്ലേറ്റ് സ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ എൻഡിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ലീവ് ഈ ഒരു ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ രണ്ട് വശവും ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഈ ഒരു അരികു വശം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പ് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയായിട്ട് വീണ്ടും വരാം ഞാൻ. താങ്ക്